വാദങ്ങളെ പഠിപ്പിക്കുമ്പോൾ സത്യവിശ്വാസികളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത് അവന്റെ സംസാരത്തിന് വലിയ പങ്കുണ്ട്. ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകലും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അവന്റെ ഓരോ എന്റെ നാവിന് വല്ലാത്ത എന്റെ നാവ് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ നാവ് വിചാരിച്ചാ എന്നെ നരകത്തിൽ കൊണ്ടുപോകും, ഈ നാവ് വിചാരിച്ചാ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. അതുകൊണ്ട് വലിയ പങ്കവിടുന്ന് വഹിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ നാവ് നന്നായാൽ അവന്റെ മറ്റവയവങ്ങളെല്ലാം നേരെയാകും. ഇത് നന്നായി കഴിഞ്ഞാൽ അവന്റെ മറ്റവയവങ്ങൾ മുഴുവനും നന്നാകും. നാവ് മോശമായാൽ അവന്റെ മറ്റവയവങ്ങൾ മുഴുവനും മോശമാകും. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനുഷ്യന് പ്രഭാതത്തിലായാൽ അവന്റെ അവയവങ്ങൾ നാവിനോട് വിനയപുരസ്സരം പറയുകയാ. ഈ ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോ നാളെ രാവിലെ മുസമ്മിൽ ഉസ്താദ് പായിപ്പാട് പള്ളിയുടെ മിനാരത്തിൽ ഈ പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് വിളിക്കുകയാ, അസ്സലാത്തു ഖൈറും മിനന്നൗം. ഇവിടുന്ന് ബാങ്ക് വിളി കേട്ട് നാളെ ഞാൻ എഴുന്നേൽക്കുമ്പോ, അല്ലാഹുവേ, എന്റെ കൈയുണ്ടല്ലോ, എന്റെ കണ്ണുണ്ടല്ലോ, എന്റെ ചെവിയുണ്ടല്ലോ, എന്റെ കാലുണ്ടല്ലോ, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും അല്ലാഹുവേ വിനയത്തോടുകൂടി നാവിനോട് പറയുകയാ. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ സർവ്വ അവയവങ്ങളും അഹങ്കാരത്തോടുകൂടിയല്ല, വിനയത്തോടുകൂടി താഴ്മയോടുകൂടി പറയുകയാ. ഞങ്ങളുടെ വിഷയത്തിൽ അവിടുന്ന് പറയുകയാണ്, ഞങ്ങളുടെ വിഷയത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. കൈ പറയുന്നു, നാവേ, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നീ നേരെ ചൊവ്വയാൽ ഞങ്ങളും നേരെയായി, നീ നേരെയായ ഞങ്ങളും നേരെയായി. പടച്ചവനെ, അവയവങ്ങൾ പറയുകയാണ്, നീ വളഞ്ഞ ഞങ്ങളും വളഞ്ഞു പോകും. അതുകൊണ്ട് നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് നാട്ടുകാരല്ല, മാതാപിതാക്കളല്ല, കൂടപ്പറപ്പുകളല്ല, കുടുംബക്കാരല്ല, കൂട്ടുകാരല്ല, പള്ളിയിലെ ഇമാമല്ല, ശരീരത്തിന്റെ അവയവങ്ങൾ നാവിനോട് വിനയത്തോട് പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ.